മാക്രോ ന്യൂട്രിയൻസ് ഇതിനെപ്പറ്റി ഇപ്പോഴും വലുതായിട്ട് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷനും നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി തരുന്നതും എല്ലാം ഈ മാക്രോ ന്യൂട്രിയൻസ് ആണ്. മാക്രോ ന്യൂട്രിയൻസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ്, ഒന്ന് പ്രോട്ടീൻ, പിന്നെ ഫാറ്റ്. ഈ മൂന്നിനും നമ്മുടെ ബോഡിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനെയും ഹോർമോൺ കൺട്രോളിനെ ഇതെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും എല്ലാം ഈ മാക്രോ ന്യൂട്രിയൻസിന് പറ്റും. ഇത് ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്താലേ സത്യത്തിൽ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ വെറുതെ വർക്കൗട്ട് ചെയ്ത് മാത്രം പോയാൽ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടത്തില്ല. പെട്രോൾ അടിച്ചാലേ ബ്രോ വണ്ടി ഓടത്തുള്ളല്ലോ. അപ്പം ആദ്യത്തെ മാക്രോ ന്യൂട്രിയൻറ്റ് കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി നമുക്ക് പറയാം. ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ നമുക്ക് വേണ്ട എനർജി കിട്ടുന്നത്. ഈ കാർബ്സ് ബോഡിയിൽ ചെന്നാൽ അത് ഗ്ലൂക്കോസായി മാറും. എന്നിട്ടാണ് നമ്മുടെ സെൽസിലേക്ക് പോയി നമുക്ക് എനർജി തരുന്നത്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് 4 കലോറീസാണ്. നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഷുഗർ, ബ്രെഡ്, റൈസ് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സിൽ പെടും. അടുത്ത പ്രോട്ടീനെ പറ്റി പറയാം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ റിപ്പയറിനും പിന്നെ നമ്മുടെ ബോഡിയിൽ ഹോർമോൺ കൺട്രോളിനും പിന്നെ നമ്മുടെ ബോഡിയിൽ മസിൽ ബിൽഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. 1 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുന്നതും 4 കലോറിയാണ്. ഈ പ്രോട്ടീൻ നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ, ഫിഷ്, ചിക്കൻ, മീറ്റ്, എഗ് ഇതെല്ലാം പ്രോട്ടീനാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസിലും പ്രോട്ടീൻ ഉണ്ട്. ബ്രൊക്കോളിയും പയറും ഇതെല്ലാം പ്രോട്ടീനാണ്. പിന്നെ വരുന്നതിന് ഫാറ്റ്. ഈ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജിയാണ്. ഈ വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ ഇതിനെയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും ഈ ഫാറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനും അതിൻ്റെ മെയിൻറ്റെയിനിങ്ങിനും വലിയൊരു വൈറ്റൽ പങ്ക് ഈ ഫാറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾക്കും ഫാറ്റ്, ഇതിനെല്ലാത്തിനും ഫാറ്റ് നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1 ഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് 9 കലോറീസാണ്. ഈ ഫാറ്റ്സ് 2 തരമുണ്ട്. ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, അൺഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. ഈ അൺഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും. നമ്മുടെ ഒലിവ് ഓയിലും അവക്കാഡോ ഓയിലും സീഡ്സിലും ഇതെല്ലാത്തിലും ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇനി അൺഹെൽത്തി ഫാറ്റ്സിലേക്ക് വരികയാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും ഇത് രണ്ടും അൺഹെൽത്തിയാണ്. ഈ പ്രോസസ്ഡ് ഫുഡിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്നത്, ഈ അൺഹെൽത്തി ഫാറ്റ്സ്. ഇപ്പോൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയല്ലോ എന്താണ് മാക്രോ ന്യൂട്രിയൻസ്, ഏതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്, ഓരോ ഗ്രാം മാക്രോ ന്യൂട്രിയൻസിൽ എന്തോരം കലോറീസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു ആപ്പിളിനെ നിങ്ങൾ സങ്കല്പിച്ച ഒരു ആപ്പിൾ 182 ഗ്രാംസ് ഉള്ള ഒരു ആപ്പിൾ, അതിൻ്റെ ടോട്ടൽ ആ ആപ്പിൾ കഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് 105 കലോറീസ് ആണ്. ആ ആപ്പിളിൽ 25 ഗ്രാംസ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് 4 കലോറീസ് ആണ്. അപ്പം 25 × 4 = 100 കലോറീസ്. ഈ ആപ്പിളിലുള്ള 105 കലോറിയിൽ 100 കലോറിയും കാർബോഹൈഡ്രേറ്റ്സിനാണ് വരുന്നത്. ഇനി നമുക്ക് പ്രോട്ടീൻ നോക്കാം. നമ്മളെടുത്ത് ഈ ആപ്പിളിൽ 0.5 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. നമുക്കറിയാം 1 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുന്നത് 4 കലോറീസാണ്. അപ്പം 0.5 × 4 എന്ന് പറയുമ്പം 2 കലോറി. അപ്പം ഈ 105 കലോറീസിൽ 2 കലോറീസ് മാത്രമേ പ്രോട്ടീൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത ഫാറ്റ്സിലേക്ക് വരാം. ഈ ആപ്പിളിലുള്ളത് 0.3 ഗ്രാംസ് ഫാറ്റാണ്. അപ്പം നമുക്കറിയാം 1 ഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് 9 കലോറീസാണ്. 0.3 × 9 = 2.7 കലോറീസ്. അതിന് നമുക്കൊരു 3 കലോറീസ് ആയിട്ട് റൗണ്ട് ചെയ്യാം. ടോട്ടലി ആ ആപ്പിളിന് 105 കലോറീസ്. ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആപ്പിളിന് 105 കലോറീസ് വന്നത്. അത് മാക്രോ ന്യൂട്രിയൻസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പം ഇങ്ങനെ ആപ്പിൾ മാത്രമല്ല ഓരോ ഫുഡും, ഇപ്പം എഗ്ഗ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും റൈസ് ആണെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഇഡ്ഡലി ആണെങ്കിലും സാമ്പാറാണെങ്കിലും ഇതിനെല്ലാത്തിനും ഇങ്ങനെ നമുക്ക് കലോറി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞതാണ് കലോറി ഡെഫിസിറ്റ്, മെയിൻ്റെനൻസ് കലോറി, കലോറി സർപ്ലസ്. ഒരാളുടെ വെയിറ്റ് കൂടണോ കുറയണോ എന്ന് അനുസരിക്കുന്നത് ഈ കലോറി ഇൻടേക്ക് അനുസരിച്ചാണ്, പിന്നെ അയാളുടെ വർക്കൗട്ടും. പക്ഷേ എന്നാലും ഈ കലോറിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാരണം ഒരു വർക്കൗട്ട് പോലും ചെയ്യാണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ കലോറി ഡെഫിസിറ്റ് കൊണ്ട് മാത്രം വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. സംഭവം സിമ്പിളാണ്. നമ്മൾ മെയിൻ്റെനൻസ് കലോറി പോയാൽ നമ്മുടെ വെയിറ്റ് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് അത് തന്നെ ആയിരിക്കും. കലോറി ഡെഫിസിറ്റ് നമ്മൾ പോയാൽ നമ്മുടെ വെയിറ്റ് കുറയും. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന മെയിൻ്റെനൻസ് കലോറിയേക്കാളും കുറച്ച് കലോറിയാണ് കലോറി ഡെഫിസിറ്റ്. ഇനി കലോറി സർപ്ലസിൽ പോയാൽ നമ്മുടെ വെയിറ്റ് കൂടും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ പിന്നിലെ സയൻസ്. പിന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ മെയിൻ്റെനൻസ് കലോറി കണ്ടുപിടിക്കാം? അതൊരു വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഏജ്, ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ് അതൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറൻറ്റ് മെയിൻ്റെനൻസ് കലോറി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു കറക്റ്റായിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കത്തില്ല, പക്ഷേ ക്ലോസ് ടു ദാറ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കത് ഏകദേശം അറിയാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. എന്താണ് മാക്രോ ന്യൂട്രിയൻസ്? ഇതെല്ലാവരും ഇപ്പോഴും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.